Good evening, Hiba. Hi. Nice to meet you. Nice to meet you. So, Hiba, ഇവിടെ ഇപ്പോൾ ഫൈനൽ ഇയർ അല്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു ഹിബ ലാസ്റ്റ് 6 yearsന്റെ ജേർണി? അതൊരു നല്ല ജേർണി ആയിരുന്നു. മൊത്തത്തിൽ പറയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ വർഷവും ഡിഫറെന്റ് ആയിരുന്നു എക്സ്പീരിയൻസുകൾ. ഏറ്റവും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ നമുക്ക് ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഉണ്ടാവണത്. അപ്പോൾ ലൈക്ക് ഒരു വലിയ ജേർണി, ലൈക്ക് കുറച്ച് ടൈം എടുക്കും ഒരു ലൈക്ക് സ്റ്റോറീസ് ആയിട്ട് പറയാൻ തന്നെ. ആക്ച്വലി അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 2018 ബാച്ച് 2019 ബാച്ച്. ഓക്കെ, അപ്പോൾ ഫ്രം 19 to 2025 ഇതുവരെ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? 19-ലെ ഫെഫും ഇപ്പോൾ ഈ വന്ന് നിൽക്കുന്ന 25-ല് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ എന്ത് പറയും? ഒരുപാട് ചേഞ്ചസ് പറയാനായിട്ട് ഞങ്ങൾ 2019 വരുമ്പോൾ ഞങ്ങൾക്ക് മുകളിലേക്ക് ഒരു 3 ബാച്ചസ് മാത്രമേ ഇംഗ്ലീഷ് മീഡിയം സീനിയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് സ്റ്റുഡൻസ്, അതൊരു ഭയങ്കര ക്ലോസ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അതൊരു ചെറിയ ടൈം കൊണ്ട് നമ്മൾ പെട്ടെന്നൊരു ഫാമിലി മാതിരിയാവുക ചെയ്തത്. ഇപ്പോൾ നമ്മൾ 6th ഇയറിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മുകളിലൊരു 3 ബാച്ചസും പോയി താഴത്തൊരു 5 ബാച്ചസും കൂടി വന്നു. ഇപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി കുറച്ചുകൂടി വലുതാണ്, കുറച്ചുകൂടെ ലൈക്ക് നമുക്കൊരു നാട്ടിൽ നിൽക്കുന്നത് തന്നെ ഫീലാണ്. സെയിം ടൈം നമുക്ക് എങ്ങനെയൊക്കെയാണെങ്കിലും നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഹോം സിക്ക് ആവാനും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫസ്റ്റ് ഇയേഴ്സിനെക്കാട്ടും കൂടുതൽ ഹോം സിക്ക് ആയത് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് 2 ഇയേഴ്സിലാണ്. അപ്പോൾ എല്ലാ എക്സ്പീരിയൻസ് പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി സീനിയേഴ്സിനോട് കോൺടാക്ട് ചെയ്ത് ഏജൻസി വഴി തന്നെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ലൈക്ക് ഇന്ററാക്ട് ചെയ്ത് അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക് വരുമ്പോൾ, കാരണം അവിടെ സീനിയേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ആക്ച്വലി ഈ ഇൻഫ്രെയിം ഇവിടുത്തെ ഫെസിലിറ്റീസും കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊരു ലൈക്ക് നാട്ടിലത്തെ ഒരു, ഞാൻ നാട്ടിൽ ഹോസ്റ്റലിൽ ഓൾറെഡി നിന്നിട്ടുള്ള ആളാണ്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടിലെ മൊത്തം ഹോസ്റ്റൽ എക്സ്പീരിയൻസ് നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആണ്. നമുക്ക് തീരെ കമ്പയർ ചെയ്യാനും പറ്റാത്തൊരു കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ആണ്. 24/7 സെക്യൂരിറ്റി ഉണ്ട്. അത് ഹോസ്റ്റലിൽ ലൈക്ക് നമ്മുടെ ഡോർമിറ്ററീസിൽ ബിൽഡിംഗ് ബൈ ബിൽഡിങ്ങിലും ഉണ്ട്. ഈവൻ നമുക്ക് നമ്മുടെ അക്കാഡമിക് ബിൽഡിങ്ങുകൾക്കും ഉണ്ട് സെക്യൂരിറ്റി. അപ്പോൾ അത് ഓൾ ടൈം സെക്യൂരിറ്റി, അപ്പോൾ സേഫ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഹോസ്റ്റലിൽ പോകണമെങ്കിലും എല്ലാം അല്ലേ? റൈറ്റ്. പിന്നെ ഡോംസ് ഒക്കെ എങ്ങനെ? എല്ലാം നല്ല ക്ലാസ്? അതെ, നമ്മുടെ ഇവിടുത്തെ ഹോട്ടൽസിനെയും ഹോസ്റ്റൽസിനെയും പൊതുവെ റഷ്യൻ സ്റ്റാൻഡേർഡ് വെച്ച് പറയുമ്പോൾ 3 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി. ഏത് ക്ലാസ്സിലാണ് പെടുന്നത്? 3 സ്റ്റാർ ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ സോ ഇപ്പോൾ നമ്മളിപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആയി വരുന്നു അല്ലേ? ഇന്നത്തെ 2 months കൂടി ഉണ്ട്. ഓക്കെ. അപ്പോൾ റഷ്യൻ ലൈഫ് പിന്നെ എൻഡ് ചെയ്യാൻ പോവാണ്. അതിന്റെ സങ്കടത്തിലാണെന്ന് തോന്നുന്നു. കുറച്ച് സങ്കടമുണ്ട്, നാട്ടിൽ പോയിട്ട് വേറൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന. അപ്പോൾ ഞാൻ അതിലേക്കാണ് അടുത്തത്. അപ്പോൾ എന്തായി നമ്മളുടെ FMG പ്രിപ്പറേഷനും ബാക്കി കാര്യങ്ങളൊക്കെ? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ 19 സബ്ജക്ട്സ് ആണല്ലോ നമുക്ക് ഈ ഫുൾ കോഴ്സിലുള്ളത്. അപ്പോൾ ചില മേജർ സബ്ജക്ട്സ്, നല്ല ലോങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ്സിലേക്കും ചില സബ്ജക്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമ്മളത് FMG പ്രിപ്പറേഷന്റെ കൂടെ തന്നെയാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ തറവായിട്ടും ഈസി ആയിട്ടും പോകും. അപ്പോൾ എന്തായാലും ഉഷാറാക്കുക. അപ്പോൾ ഒരു ഫ്യൂച്ചർ ഡോക്ടർ നമ്മൾ വീണ്ടും കാണും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷീബ ഫോർ യുവർ വാല്യുബിൾ ടൈം. ഓക്കെ, ബൈ.